സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. നിങ്ങൾ തന്നെ പറയാറുണ്ട് BJPയെ നേരിടാൻ എല്ലാ മേഖലകളിലും ഒരു പാർട്ടി എന്ന നിലയിൽ കഴിയുക കോൺഗ്രസിനാണ്. കാരണം എല്ലായിടവും ഉണ്ട് കോൺഗ്രസ് എന്ന്. പക്ഷേ അങ്ങനെ അവകാശപ്പെടുന്ന നിങ്ങൾ ഒരു പ്രാദേശിക പാർട്ടിയുടെ സ്വഭാവം കർണാടകത്തിൽ സ്വയം എടുത്തണിഞ്ഞു. ഇപ്പോൾ പഞ്ചാബിൽ അമരീന്ദറിനെ നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അവിടെ ഭരണവിരുദ്ധ തരംഗമുണ്ടായിരുന്നു. അദ്ദേഹമല്ല അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നു. BJP ഒരു ജൂനിയർ പാർട്ണറാണ്. SIDയുടെ കൊടും അഴിമതികൾ ഉണ്ടവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭരണ തുടർച്ച എന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സിദ്ധരാമയ്യയിലേക്ക് മുഴുവൻ അർപ്പിക്കുകയാണ്. സിദ്ധരാമയ്യ ചെയ്തതോ തെരഞ്ഞെടുപ്പിന് 3 മാസം മുൻപ് സ്വന്തമായൊരു ഫ്ലാഗ് വേണമെന്ന് പറയുന്നു. 2ാമത്തെ മാസം എത്തുമ്പോൾ ഒരു വിഭാഗത്തിന് മതപദവി കൊടുക്കണമെന്ന് പറയുന്നു. 3ാമത്തെ മാസം എത്തുമ്പോൾ മുഴുവൻ ഭാഷയും മാറ്റി എല്ലായിടവും കന്നഡ തന്നെ പറയണമെന്ന് പറയുന്നു. ഇങ്ങനെ അങ്ങേയറ്റം ഒരു പ്രാദേശിക പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ എടുത്തണിയുന്നു. മാത്രമല്ല ഈ 15ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൗത്ത് നോർത്ത് എന്ന ഡിവൈഡ് ഉണ്ടാക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ 2013 BJP 3ആയി നിന്ന ഘട്ടത്തിൽ ലിംഗായത്തുകളിൽ ഏതാണ്ട് 10% യെദ്യൂരപ്പയിലേക്ക് പോയതിൻ്റെ ഭാഗമായി ഈ പറയുന്ന BJPക്ക് തിരിച്ചടി കിട്ടിയെങ്കിൽ അത് നേടിയെടുക്കാം എന്ന നിലയിൽ ലിംഗായത്തിനെ കാണുന്നു. 2 ദശാബ്ദമായി ആ സമുദായവുമായി നാഭീനാള ബന്ധമാണ് BJPക്ക് എന്ന് നിങ്ങൾ മറക്കുകയാണ്. 3ആയി വിഘടിച്ച് നിന്നപ്പോൾ ഒരു മെച്ചമുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവരിന്ന് ഒന്നാണ് എന്ന സാഹചര്യം മനസ്സിലാക്കിയില്ല. അപ്പോൾ അങ്ങേയറ്റം പ്രാദേശികതയിലേക്ക് പോകുന്നു. ഒരു ദേശീയ പാർട്ടിയുടെ മുഴുവൻ മഹിമയും എടുത്തു കളഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രാദേശികമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഈ രൂപത്തിലായിരുന്നു നിങ്ങളുടെ സമീപനം. രാഹുൽ ഗാന്ധി അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ നടന്ന സംസ്ഥാനത്തിലാണ് ഈ ദേശീയ പദവി പോലും നിങ്ങൾ ബലികഴിച്ചത് എന്നത് നിങ്ങൾക്ക് എന്ത് വീണ്ടും വിചാരം നൽകും ശ്രീ സുരേഷ് ബാബു? ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഞങ്ങളുടെ ഒരു ലീഗൽ ടെർമിനോളജിയിൽ ദർ ഇസ് എൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയാം. ഒരു ജഡ്ജ്മെൻറ്റിനകത്തൊരു എറർ സംഭവിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്താ, കോൺഗ്രസിനെ കുറിച്ച് സ്വതവേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക നേതൃത്വത്തിനെ വിശ്വാസത്തിലെടുക്കില്ല, സംസ്ഥാന നേതൃത്വത്തിനെ വിശ്വാസമെടുക്കില്ല, എല്ലാം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കെട്ടിയിറക്കി കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു ആക്ഷേപത്തിൽ നിന്ന് മുക്തി നേടണം കോൺഗ്രസ്സിന് എന്നുള്ള ഒരു സംഗതികൾ കൊണ്ട് കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക നേതൃത്വത്തിന് കുറെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. ആ കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ആയാൽ, വീരപ്പ മൊയ്ലി ആയാൽ, പരമേശ്വരി ആയാൽ, ഇങ്ങനെ എല്ലാവരും ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലും വർക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിലും അവിടെ നിൽക്കുകയുണ്ടായി. പരസ്പരം പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായില്ല. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ കൊഹസീവ്നെസ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടുതലായ ഒരു ഇടപെടൽ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഒന്ന് പോയി. അപ്പോൾ അത് സത്യത്തിൽ ചിലയിടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു, ഞാൻ കർണാടകത്തിൽ പോയിരുന്നു. അന്നൊക്കെ ഈ ലിംഗായത്തിൻ്റെ മതപദവിയെക്കുറിച്ച് അവിടെയുള്ള കോൺഗ്രസ് അണികളിലൊക്കെ വലിയ ആവേശമാണ്. പക്ഷേ അത് നിയമപരമായ വശങ്ങളിലൂടെയാണ് വന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ കമ്മിറ്റിയുടെ തീരുമാനമുണ്ട്. അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളും എത്രയോ കാലമായി ഉണ്ടായിരുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു കമ്മീഷനെ വെച്ചു, നിങ്ങൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് വാങ്ങി, നിങ്ങളത് കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. രാജീവ് തത്സമയം വന്നതുകൊണ്ട് ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് വേഗം പോവുകയാണ്. ശ്രീ രാജീവ്, ഒരു ദേശീയ പാർട്ടിയുടെ മുഴുവൻ സ്വഭാവങ്ങളും ഒഴിഞ്ഞുപോയി ഒരു പ്രാദേശിക പാർട്ടിയുടെ രൂപത്തിൽ അത്രമാത്രം സങ്കുചിതമായ മുദ്രാവാക്യങ്ങളിൽ ഊന്നിയെന്നുകൊണ്ടുള്ള സമീപനമാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ചത്. ഇവിടെ സ്വന്തം ഭാഷ, സ്വന്തം പതാക എന്നിട്ട് പറയുന്നതോ ഒരു തെറ്റായ ദേശീയ വാദം BJP ഉയർത്തുന്നു. അതിന് പകരമായി റീജിയണലിസം ഞങ്ങൾ കൊണ്ടുവരുന്നുവെന്ന്. എന്നിട്ട് ചെയ്തതെന്താണ്? മുഴുവൻ വിഭാഗങ്ങളെയും സാമുദായികമായി വിവിധ ധ്രുവങ്ങളിലാക്കുക. സംഭവിച്ചതെന്താണ്? കൂടെ നിന്നിരുന്ന വിഭാഗങ്ങൾ തന്നെ പോകുന്നു. എങ്ങോട്ട്? ഇവിടെ കുറേയൊക്കെ നേട്ടം JDS ഉണ്ടായി, പക്ഷെ അതിനേക്കാൾ പരിരക്ഷ കിട്ടിയത് BJPക്ക്. ശ്രീ JR, എത്ര മേഖലകളിലാണ് നിങ്ങൾക്ക് നേരത്തെ സ്വാധീനമുണ്ടായിരുന്നത്? വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 5 മേഖലകളിലും BJPക്ക് സ്വാധീനമുള്ള ഒന്നായി ഒരു പാൻ കർണാടക പാർട്ടിയാക്കി മാറ്റി കോൺഗ്രസ് ഈ പറയുന്ന പ്രാദേശിക രീതി മുഴുവൻ പയറ്റിക്കൊണ്ട്. ശ്രീ രാജീവ്, അവിടെ
അത് വീണ്ടും പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ BJP-യെ നേരിടുന്നതിന് ശരിയായ രൂപത്തിലുള്ള നിലപാടോ തന്ത്രമോ ബദൽ നയങ്ങളോ കോൺഗ്രസിനില്ല എന്നുള്ളത് കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യക്തമായിട്ടുണ്ട്. ഗുജറാത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരായ വികാരം കൂടിയായിരുന്നു. ആ വികാരത്തിന് ബദൽ എന്ന രൂപത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. അതിപ്പോൾ സൂറത്തിൽ രാഹുൽ ഗാന്ധി 2 തവണ പോയ വ്യാപാരി സമൂഹം വോട്ട് ചെയ്യുന്നത് BJP-ക്ക് ആയത് അവർ എതിർത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ GSTയും അതുപോലുള്ള കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ അതേ നയം തന്നെ ആയിരുന്നതുകൊണ്ടാണ്. അവിടെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് സോമനാഥ ക്ഷേത്ര സന്ദർശനം ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ്. ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചത് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയമാണ്. സാമുദായികമായി ഭിന്നിപ്പ് വളർത്തുക, അതുവഴി വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുക, അതിനെ വോട്ടാക്കി മാറ്റുക എന്നുള്ളത് വളരെ വിജയകരമായി കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും BJP എന്ന വർഗീയ പാർട്ടി പ്രയോഗിച്ചുള്ള തന്ത്രമാണ്. ആ തന്ത്രം കൊണ്ട് അതിനേക്കാൾ ശക്തമായി പ്രയോഗിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പക്ഷേ കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ചത് ഈ സങ്കുചിതമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ചില അവസാന നിമിഷത്തിലുള്ള തൊലിപ്പുറത്തുള്ള ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്ന ചില തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർണാടകയ്ക്കകത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ളൊരു പൊതുധാരണ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രചാരണ ഘട്ടങ്ങളിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ജനവികാരം ഉണ്ടായിരുന്നു. അതിന് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള സൂത്രപ്പണികൾ യഥാർത്ഥത്തിൽ അവർക്കെതിരായി തിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ BJP-യെ നേരിടുന്നതിന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനത്തെ കുറെ കൂടി ശരിവയ്ക്കുന്ന അനുഭവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ജെആറിൻ്റെ പ്രതികരണം എന്താണ്? ഇടവേള. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ JR പത്മകുമാർ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെയും JDS-നെയും ഒന്നിപ്പിക്കുന്നത് കർണാടക അവിടെ ഒരു ഭരണ തുടർച്ച എന്നത് മാത്രമല്ല, BJP 2019 ഉയർന്നു വന്നുകൂടാ. അതിനുള്ള ഐക്യമുണ്ടാക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്ത ബോധമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം. മമതാ ബാനർജി ഇടപെട്ടു, ദേവഗൗഡയോട് സംസാരിച്ചു. അതുപോലെ തന്നെ മായാവതി വിളിക്കുന്നു ദേവഗൗഡയെ. ഇങ്ങനെയൊക്കെയാണ് ഈ യോജിപ്പുണ്ടാകുന്നത്. എന്നു മാത്രവുമല്ല, 2019 കാര്യങ്ങൾ വരെ ദേവഗൗഡയും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ റോള് ദേവഗൗഡ കേന്ദ്ര രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഭാവി സാധ്യതകൾ മുഴുവൻ തുറന്നിടുകയാണ്. എന്തിനേറെ JDS-ന് ഈ ഒക്കലിംഗ പാർട്ടി എന്നതിൽ നിന്നപ്പുറം ദളിത് വിഭാഗത്തിൻ്റെ വോട്ടിത്തവണ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടി, സമ്മതിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് നടന്നു പോയത് എങ്ങനെ കിട്ടി? മായാവതിയുമായുള്ള ധാരണ. ഒരു അതേഴ്സിൽ ഒരാൾ BSP ആണ് അല്ലേ? ഇനി അതുപോലെ തന്നെ ഒവൈസിയുടെ പിന്തുണ ദേവഗൗഡ സമാഹരിക്കുകയുണ്ടായി. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അല്ല, കേൾക്കൂ, മുസ്ലിം വോട്ടുകൾ നിങ്ങൾ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒന്നാണല്ലോ, അദ്ദേഹം MP ആണല്ലോ, നിങ്ങളെല്ലാം അതെ, കേൾക്കൂ. അവിടെ ഈ പറയുന്ന രൂപത്തിൽ ഒവൈസിയുമായുള്ള ധാരണയുടെ പുറത്ത് മുസ്ലിം വോട്ടുകൾ കിട്ടുന്നു. ഇനി 2013 നിങ്ങൾ 33% പൊളിഞ്ഞത് എങ്ങനെയാണ്? BJP, KJP, BRSCP വിഘടിച്ചു പോയതുകൊണ്ടാണ്. നിങ്ങൾ ഏകീകരിക്കപ്പെട്ടു. 2014 നിങ്ങൾക്ക് 43% വോട്ട് കിട്ടി. നിങ്ങൾക്ക് വലിയ തോതിൽ കർണാടകത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഭിന്നിപ്പല്ല, വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാൽ നിങ്ങൾക്കായാലും വിജയിക്കാം, മറുപക്ഷത്തിനായാലും വിജയിക്കാം. ആ സാധ്യതയുടെ ഉരകല്ലാണ് ഇവിടെ കോൺഗ്രസും JDS-ഉം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് രാഷ്ട്രീയം കൊണ്ടോ നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ കമല ലോട്ടസ് കൊണ്ടോ നടപ്പാകുമെന്ന് തോന്നുന്നില്ല ഇത്തവണത്തെ ഈ കളി. ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ് താങ്കൾ ചോദിച്ചപ്പോൾ മുഴുവൻ മറുപടി പറയാനുള്ള അവസരം തരണം. ഒന്ന്, ഈ 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവരെല്ലാവരും ഐക്യം ഉണ്ടാക്കുന്നുള്ള സ്വപ്നം മാത്രമാണ്. ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോളടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ഒരു പ്രചരണം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ മമതയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന് CPM പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ രക്ഷപ്പെടുന്നത് ഞങ്ങളുടെ തണലിലാണ്. അവർ ആ ഫാസിസ്റ്റ് മമതയെ പരാജയപ്പെടുത്താൻ BJP അവിടുത്തെ പ്രാദേശിക BJP-യുടെ സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. അവർ നോമിനേഷൻ കൊടുത്തത് ഞങ്ങളുടെ തണലിലാണ്. അതുകൊണ്ട് അത് നിൽക്കില്ല. 2, രാഹുൽ ഗാന്ധി തന്നെ സ്വയം പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ എന്തായിരുന്നു മുലായം സിംഗിൻ്റെ നിലപാട്? മുലായം സിംഗ് പറഞ്ഞത് കോൺഗ്രസുമായി സഖ്യത്തിന് ഞങ്ങളില്ല. അതുകൊണ്ട് ഗോളിയില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കുന്നത് പോലെയല്ല, 2019 ഞങ്ങളും രംഗത്തുണ്ടാവും. അപ്പോൾ രംഗത്തുണ്ടാവുമ്പോൾ കോൺഗ്രസ് BJP-ക്ക് വിരുദ്ധരെല്ലാവരും കൂടി ഒന്നിക്കും എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട. ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും കൂട്ടാൻ ഇന്ത്യയിൽ ആളുണ്ടാവും. അതൊന്ന്. 2, ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് ശരി തന്നെയാണ്.
പക്ഷേ ഞങ്ങൾക്ക് 40 ഉണ്ടായിരുന്നത് 104 ഈ ഒരു ഭരണം ഉണ്ടായിരുന്ന കക്ഷി 122 നിന്ന് 78 പോന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജനതാദളിൽ 40 ഉണ്ടായിരുന്ന 37 ഇപ്പം 222 സീറ്റിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 സീറ്റിൻ്റെ കുറേ ഉള്ളൂ. ഇപ്പോൾ 7 സീറ്റുണ്ടെങ്കിൽ, കാര്യം ജനതാദളിലെ കുമാരസ്വാമി 2 സീറ്റിൽ മത്സരിച്ചു, അപ്പം 221 സീറ്റിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ. അപ്പോൾ 7 സീറ്റിൻ്റെ കുറവ് വന്നപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് 10ഓളം സീറ്റിൽ ഞങ്ങൾക്ക് 1000-ന് താഴെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പരാജയപ്പെട്ടത്. ഒരു ആൻറ്റി ഇൻകൺഫൻസീവ് ഫാക്ടർ വലുതായിട്ടുണ്ടാകുകയും അത് 2ആയി ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്തിട്ട് പോലും ആ ത്രികോണ മത്സരത്തിൽ പോലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റാത്ത ജനങ്ങൾ പിന്തള്ളിയ ഒരു ഗവൺമെന്റാണ്. അതിനോടൊപ്പം ഇനി മാർക്സിസ്റ്റ് പാർട്ടി എത്ര നിലപാടെടുത്താലും അല്ല, BJP നേരിടുന്ന ഈ ഒരു നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു പോയിട്ടും കോൺഗ്രസിന് നേട്ടമുണ്ടായില്ല എന്നത് തങ്ങളുടെ നല്ല നിരീക്ഷണമാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുമ്പോൾ 31% പിന്തുണയേ ഉള്ളൂവെങ്കിൽ കർണാടകത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 37%. അത് പറഞ്ഞാൽ മണിപ്പൂരിലും ഞങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു, ഗോവയിലും ഞങ്ങൾക്ക് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. കർണാടകത്തിന്റെ പ്രത്യേകത വോട്ട് ഷെയർ കൂടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് ഷെയർ എന്നതാണ്. അല്ല, അത് മണിപ്പൂരിലും ഗോവയിലും അത് തന്നെയായിരുന്നു. കോൺഗ്രസിനേക്കാൾ വോട്ട് ഷെയർ ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നു, 2-3% കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കോൺഗ്രസിന് അത്ര സീറ്റ് കിട്ടിയില്ല. അത് കോൺഗ്രസിനും ബാധകമാണ്, ശരി. പക്ഷേ ഇവിടെ കർണാടകത്തിന്റെ ഒരു പ്രത്യേകത, കർണാടകത്തിൽ വിവിധ തലങ്ങളിലായിട്ടാണ് ആ വോട്ട് ഷെയർ കിടക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചത് കേന്ദ്രീകരിക്കപ്പെട്ടും ആണ് കിടക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് മണിപ്പൂർ വെച്ച് താരതമ്യം അർഹിക്കുന്നില്ല. കാരണം BJP-യുമായി ബന്ധപ്പെട്ട മൈനോറിറ്റി മേഖലയിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കി, അതൊക്കെ ഈ പുതിയ ഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിൽ ശരിയാണ്. ഇതൊക്കെ സമ്മതിച്ചു. ഈ ഭാഗങ്ങളിലെല്ലാം കോൺഗ്രസിനും വോട്ട് കൂടിയിട്ടുണ്ട്. അവസാനമായി സീറ്റ് അതിനനുസരിച്ച് കൂടിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, വോട്ട് സീറ്റ് റേഷ്യോയുടെ കാര്യത്തിൽ കർണാടകം ഒരു വ്യത്യസ്ത ചിത്രമാണ് എന്നാണ്. ശ്രീ അനന്തകൃഷ്ണൻ, എനിക്ക് രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്, സമയമുണ്ടാകുമെന്ന് കരുതുന്നില്ല. 4 മിനിറ്റാണ് ബാക്കി. ശ്രീ അനന്തകൃഷ്ണൻ, ചുരുക്കി പറയുക, ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് സിദ്ധരാമയ്യ ശ്രമിച്ചു എന്നത് വ്യക്തമാണ്. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ചടിക്കുകയും ചെയ്തു. ഈ പറയുന്ന മഠങ്ങളിലൂടെയൊക്കെ ആണ് അമിത്ഷാ യാത്ര ചെയ്തത്. അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. ഈ വീരശൈവ, ഈ പറയുന്ന ലിംഗായത്ത് അല്ലേ, ആ 2 വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാത്തവരൊക്കെ ഐക്യത്തോടെ നിന്നു. 2 പതിറ്റാണ്ട് ബന്ധമുണ്ട്, അതങ്ങനെ അത്ര പെട്ടെന്ന് പോകുന്നതല്ല. എൻ്റെ ചോദ്യം, ഇതിനെ ഇത്ര ശക്തമായ ആത്മവിശ്വാസത്തോടെ BJP-ക്ക് മറികടക്കാൻ കഴിഞ്ഞത്, BJP അവിടെ 2014 ഉണ്ടാക്കിയ സോഷ്യൽ കോയലീഷൻ ഉണ്ടല്ലോ, അതിപ്പോഴും സുഘടിതമായി തന്നെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ? അതുകൊണ്ടാണ് അവസാനത്തെ ലാസ്റ്റ് ലാപ്പിൽ വന്ന് 21 റാലി മുഴുവൻ കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് മോദി വിജയവും എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണോ? ഓക്കെ, വേണു നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ അതായത് ലാസ്റ്റ് 3 മന്ത്സിൽ നടത്തിയ 3 ഇഷ്യൂസും പിന്നെ ബൂമറാങ് ചെയ്തു ഓൺ ദ ഫേസ് ഓഫ് സിദ്ധരാമയ്യ. BJP-യുടെ ഇത് പറയുകയാണെങ്കിൽ ആ ഒരു 2014 ഒരു ഫോഴ്സ് ആൻഡ് ലാസ്റ്റിൽ പിന്നെ അമിത്ഷായും പിന്നെ പ്രൈം മിനിസ്റ്ററും ഒക്കെ നടത്തിയ ആ ഒരു ലാസ്റ്റ് പിച്ച് എഫേർട്ട് ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ട് ഈ വോട്ട് സ്വിങ്ങിൽ. അത് പക്ഷേ BJP-ക്കും ഒരു അനാലിസിസ് നടത്തുമ്പോൾ, ഒരു പോസ്റ്റ് പോൾ അനാലിസിസ് നടത്തുമ്പം അവരുടെ ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു കംപ്ലീറ്റ് സ്വീറ്റ്നെസ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം മിഷൻ 150 ആയിരുന്നു, ദാറ്റ് ഹസ് കം ടു 104. അപ്പോൾ എനിക്ക് തോന്നുന്നു ദർ ഈസ് ഡെഫിനറ്റ്ലി ഒരു വേവ് ഇല്ല, ബട്ട് പീപ്പിൾ ബിലീവ് ഇൻ BJP. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും ഒരു ഇൻക്രീസ് വന്നത്. അവസാനമായി ശ്രീ രാജീവ്, ഇവിടെ വൊക്കലിംഗ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലേക്ക് BJP കടന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ JDS-നെയും കോൺഗ്രസിനെയും നിലനിർത്തിയിരുന്ന വിഭാഗങ്ങളുടെ വിശ്വാസം അവരാർജിച്ചിരിക്കുന്നു എന്നർത്ഥം. നമുക്ക് ഈ പഴയ 31% പറഞ്ഞുകൊണ്ട് ഇനി നിൽക്കാൻ കഴിയില്ല. കാരണം വിവിധ വിഭാഗങ്ങളിലേക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് അവർ. 130 സീറ്റ് എന്നത് അവരിനി ടാപ്പ് ചെയ്യാനിരിക്കുന്ന ഒരു മേഖലയാണ്. അതിലേക്കുള്ള ആദ്യത്തെ സാധ്യതയായിട്ടാണ് അവർ കർണാടകത്തെ കാണുന്നത് എങ്കിൽ അവർ ഭരണം പിടിച്ചിരിക്കും. അത് 2019 അനിവാര്യതയാണ്.
വേണു, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കിട്ടിയിട്ടുള്ള ലോക്സഭാ സീറ്റുകളെ നമ്മൾ നിയമസഭാ സീറ്റുകളിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനേക്കാൾ വല്ലാതെ BJP പുറകോട്ട് പോയി എന്നുകൂടി കാണേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ മോഡി പ്രഭാവം മറ്റ് തെരഞ്ഞെടുപ്പുകളെ പോലെ അവിടെ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ മോഡിയുടെ ഒരു തരംഗം കൂടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ BJPക്ക് വലിയ കുതിച്ചുചാട്ടം നേടാൻ കഴിഞ്ഞു എന്ന പാഠം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അത് വല്ലാതെ താണുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ വേണ്ടത്ര വർക്ക് ചെയ്തിട്ടില്ല എന്ന പാഠം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞു, കോൺഗ്രസുമായിട്ട് ചേർന്ന് എങ്ങനെയുള്ള അത്തരം അലയൻസുകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു കോൺഗ്രസ് JDS സഖ്യമെങ്കിൽ ഈ റിസൾട്ട് ആയിരിക്കണമെന്നില്ല. കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയുടെ ഒരു ഭാഗം സ്വാഭാവികമായിട്ടും JDSന് കൂടി വിധിക്കപ്പെടേണ്ടി വരുമായിരുന്നു. ആ അക്കങ്ങൾ അതുപോലെ തന്നെ നിൽക്കുമായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഈ സഖ്യം എന്നുള്ളത് BJPയെ പരാജയപ്പെടുത്തുന്ന സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കകത്തും അതാത് രാഷ്ട്രീയ പാർട്ടികൾ BJPയെ തോൽപ്പിക്കാനുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനകത്ത് തന്നെയാണ് ഇപ്പോൾ UPയിൽ അവിടെ കോൺഗ്രസ് പ്രധാനപ്പെട്ട റോളായി വരുന്നേയില്ല. ആ നിലപാടുകളിലേക്ക് ചില പാഠങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.